ചെമ്മീൻ 1965 മലയാളത്തിൻ്റെ ഭാവനാസമ്പന്നനായ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന വിശ്വവിഖ്യാതമായ നോവൽ സിനിമയായി. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡലടക്കം അനേകം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഈ ചിത്രം മലയാള സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറി. അഭിനയ ചക്രവർത്തിയായ സത്യമാഷും മധുസാറും കൊട്ടാരക്കര സാറും ഷീല ചേച്ചിയും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയപ്പോൾ പരീക്കുട്ടി, പളനി, കറുത്തമ്മ, ചെമ്പങ്കുഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടവരായി മാറി. പ്രലോഭനങ്ങൾ നൽകി നിർമ്മാതാക്കളെ വലവീശി പിടിക്കുന്ന ഒരു ഒടങ്കൊല്ലി സംവിധായകൻ കേരളം കാണാനെത്തിയ ഒരു കാശുകാരൻ സായിപ്പിനെ ഓടിച്ചിട്ട് വലവീശി പിടിക്കുകയും ചെമ്മീൻ എന്ന ചിത്രത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു സിനിമ നിർമ്മിക്കുവാൻ തല്ലി നിർബന്ധിക്കുകയും ചെയ്തു. അതിലയാൾ വിജയിക്കുകയും ചെയ്തു. അതിലെ കഥാപാത്രങ്ങൾക്ക് വികൃതമായ ഒരു ആവിഷ്കാരം നൽകുകയും അനുയോജ്യമല്ലാത്ത വിധം ചിത്രീകരിച്ച് കഥാപാത്രങ്ങളെ വികൃതമാക്കുകയും ചെയ്തു. ആ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നർമ്മഭാവനയിൽ ഞങ്ങളൊന്ന് ചിന്തിച്ചോട്ടെ. നാദ് ഗ്രൂപ്പ് നിങ്ങൾക്കായി വിനയപൂർവ്വം ഒരുക്കുന്നു ചെമ്മീൻ. അല്ല, ദി ഉണക്ക ചെമ്മീൻ. മനുഷ്യന്റെ വയറ്റില് നീര് പറഞ്ഞതാ. നീരായിരുന്ന നമ്മൾ പേടിച്ചു പോയി. ഇനി വേറൊരു തമാശ. ചായക്കടയാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി ചെന്ന ഒരാൾ ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ. അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വന്നയാൾ എങ്കിൽ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. എങ്ങനെയുണ്ട്? ഇവള് ഫലിത ബന്ധുക്കളൊന്നും വായിക്കാറില്ല, എല്ലാം ഏക്കുന്നുണ്ട്. ഭാഗ്യം. എന്തൊരു മെനകെട്ട തമാശ. ചീഞ്ഞു വയറ് പൊട്ടിയ ചാള പോലെ. കർത്തമ്മ, നീ എന്താ കുന്തം പോലെ ചിന്തിച്ചിരിക്കണത്? ഒന്നുമില്ലല്ലേ? എങ്കിൽ ഞാൻ അടുത്ത് പറയട്ടെ. തമാശ നമ്പർ 3. സമയം പോണു. ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന മകനോട് അച്ഛൻ, നിനക്കെന്താ അവിടെ പണി? അപ്പോൾ മകൻ, കൂട്ടിക്കൊടുപ്പ്. അപ്പോൾ അച്ഛൻ, പാതണ്ടി കറക്കടാ പുറത്ത്. അപ്പോൾ മകൻ, തെറ്റിദ്ധരിക്കേണ്ട, സിമന്റും മണലും കൂട്ടിക്കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യനെ സമ്മതിക്കണം. കുറെ പൂപ്പിൽ പിടിച്ച തമാശയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വേറെ
വേറെ എന്തെങ്കിലും പറ. എന്നാ വേറെ കുറെ ഫ്രഷ് തമാശ പറയാ. വേണ്ട വേണ്ട വേണ്ട, ഈ തമാശ പറയുന്ന നേരം കൊണ്ട് ഏതെങ്കിലും 2 പഞ്ചാര വാക്ക് പറഞ്ഞൂടെ? അതിന് നിനക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ളതല്ലേ, പിന്നെ എങ്ങനെ പഞ്ചാര വാക്ക് പറയും? അറ്റിക്കൊള്ളും കേട്ടോ. അതല്ലെന്നേ, ഏതെങ്കിലും 2 മധുരമുള്ള വാക്ക്. ഓ സിറ്റി വേർഡ്സ്, മധുരമുള്ള 2 വാക്ക്. ഇന്നാ പിടിച്ചോ. 1 ലഡു 2 ജിലേബി. എങ്ങനെയുണ്ട്? കൊച്ചി മുതലാളി. കർത്തമ്മ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുന്നു. അയ്യോ, പിന്നെ എങ്ങനെ വിളിക്കണം? ഷാരിക്കുട്ടി എന്ന് വിളിച്ചോളൂ. എന്ന് വെച്ചാ? 2 കിട്ടും. അയ്യോ, ഒന്ന് വെച്ചാലെന്നല്ല, ഈ പ്യാരിക്കുട്ടി എന്ന് വെച്ചാൽ എന്താ? പ്യാരി ഈസ് ഗുഡ്, സ്നേഹം, സ്നേഹമുള്ള കുട്ടി. എന്നാ ഞാൻ അങ്ങനെ വിളിക്കട്ടെ? പ്യാരിക്കുട്ടിക്കാ. പടച്ചോനെ, നിന്നെ ഞാൻ എന്ത് വിളിക്കും? എന്നെ കറുത്തുമ്മാന്ന് വിളിച്ചാ മതി. നിന്നെ ഞാൻ കെ റുത്തുമ്മാന്ന് വിളിക്കും. അയ്യോ, എന്ന് വെച്ചാ? കറുത്തമ്മയുടെ ഇംഗ്ലീഷാ മോളെ. നമ്മുടെ പ്രേമം ഇന്നത്തെ മെഗാ സീരിയൽ പോലെ വലിച്ചു നീട്ടാതെ 2 എപ്പിഡോസിൽ തീർക്കണം. എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാ നമ്മുടെ കല്യാണം 2 വർഷത്തിനകം നടത്തണം. അയ്യോ, അപ്പൊ എനിക്ക് ഇടയ്ക്ക് വല്ല കല്യാണാലോചനയും വന്നാലോ? അത് ഈ സീരിയലിന്റെ ഇടക്ക് വരുന്ന പരസ്യം പോലെ കണ്ടാൽ മതി. അങ്ങനെയാണ് ഈ പെണ്ണ് കാണാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയും? പരിപാടിയുടെ ഈ ഭാഗം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പരീക്കുട്ടി ടാങ് ടാങ് എന്ന് പറഞ്ഞാൽ മതി. പിന്നിക്ക, നമ്മുടെ പ്രേമം പൊടി പൊടിക്കണം. എന്ത് പൊടി പിടിപ്പിക്കണമെന്നാ? എടി, പ്രേമം പൊടി പിടിപ്പിച്ചാ പിന്നെ എങ്ങനെയാണ് കല്യാണം നടക്കണേന്ന്? അയ്യോ, പൊടി പിടിപ്പിക്കണമെന്നല്ല, പൊടി പൊടിക്കണോ. പിന്നിക്ക, പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം ട്രെയിൻ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് അവർക്കുണ്ടായ കുട്ടിക്ക് എന്താ പേരിട്ടെന്നറിയാവോ? എന്താ പേരിട്ടത്? ട്രെയിനീന്ന്. എങ്കിലും നമ്മുടെ ഹണിമൂൺ നമുക്ക് പുറംകടലിൽ വെച്ച് വഞ്ചിയിലിരുന്ന് ആഘോഷിക്കാം. അതിന് നമുക്കുണ്ടാവും കുട്ടിക്ക് വഞ്ചകിന്ന് പേരിടാം. ഒരു ജനറൽ സെൻസസ്. കർത്തമ്മ, നിന്നിങ്ങനെ തൊട്ടടുത്ത് നോക്കാൻ എന്ത് രസമാണെന്നോ. ഇക്കാന് ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞേക്ക്. ഇക്കാന്റെ പൊട്ടം ബിസ്ക്കറ്റ് കണ്ട പോലുള്ള ഈ നോട്ടവും, പിന്നെ എലി പുന്നല് കണ്ട പോലുള്ള ഈ ചിരിയും, ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കാണുമ്പോഴുള്ള ഈ ആർത്തിയും കാണുമ്പോൾ ഞാൻ ആകെ കോരി തടിച്ചു പോവാണിക്ക. ഓ, ഇനി വീട്ടിൽ ചെന്നിട്ടൊന്ന് ഒഴിഞ്ഞിടണം. നമ്മൾ അത്രക്ക് സുന്ദരനാണോ? എന്തോ, ഞാനേ രാത്രി ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടിത്തെറിക്കാതിരിക്കാൻ ഒഴിഞ്ഞിടുന്ന കാര്യം പറഞ്ഞതാ. കർത്തുമ്മ, എന്തായിക്ക? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഉള്ളിയുടെ ഉള്ളിലാ? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സാഹിത്യകാരൻ ഉറക്കുളിയും കഴിച്ച് ഉറങ്ങിക്കിടപ്പുണ്ട്. അവനെ നീ ഉണർത്തരുത്. എന്നാ 2 സാഹിത്യം സ്പീച്ച് മനുഷ്യ പറയട്ടെ. എന്റെ പ്രണയ കഞ്ചുകമേ, രാവിലെ ഉദിച്ചുയരുന്ന അസ്തമയ സൂര്യനെ നോക്കി നട്ടുച്ചക്ക് തലമുറക്കെ എണ്ണയും തേച്ച് കടപ്പുറത്തും മലർന്നു കിടന്ന് മാനത്തേക്കും നോക്കി തിര എണ്ണിക്കിടന്നാൽ നേരം പോണതറിയില്ല, പക്ഷെ ജീവൻ പോണതറിയും. മോളെ, എന്റെ പൊന്നെ, ഈ കോവളത്തും ഫോട്ടോച്ചിലൊക്കെ ഈ സായിപ്പന്മാര് തുണിയില്ലാതെ കടപ്പുറത്ത് കിടന്ന് കണ്ടിട്ടില്ലേ? അതവർക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് കാശില്ലാത്തതുകൊണ്ട്. എന്താ കർത്തുമ്മ? എന്റെ ഡാഡിക്ക് വള്ളവും വലയും വാങ്ങാൻ കുറച്ച് കാശ് കടം തരാവോ? കാശൊക്കെ തരാം, പക്ഷെ മീൻ ഞമ്മക്ക് തന്നെ പൊന്നും വില തരാം. 2 കൂടെ വേണ്ട, ഒന്നുകിൽ പൊന്ന് അല്ലെങ്കിൽ വില. പടച്ചോനെ, പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുത്താ? അയ്യ, ബാങ്ക് വിളിച്ചതല്ല മനുഷ്യ, അത് സീരിയൽ തുടങ്ങിയതാ. ഓ, പെണ്ണുങ്ങൾക്ക് ജോലിയായി. അയ്യോ, ഉമ്മ. വേണമെന്ന് ആരും കണ്ട. അയ്യോ, അതെന്റെ മമ്മി വിളിക്കുന്നെന്നാ പറഞ്ഞ നിങ്ങളുടെ ഭാഷയില്. അയ്യടാ, എന്നാ ഞാൻ വരട്ടെ? ഒന്നും നടന്നില്ല, ടൈം വേസ്റ്റ്. നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാനോ? ഞാൻ കടപ്പുറത്തൂടെ ഇങ്ങനെ വന്നപ്പം അങ്ങനെ പ്യാരിക്കുട്ടിക്കാനെ കണ്ടപ്പം ഞാനത് കണ്ട് നിന്നപ്പം അങ്ങനെ മമ്മി വിളിച്ചപ്പം ഒരു തോന്നിയാസം. മമ്മി, ചേച്ചി പ്യാരിക്കുട്ടിക്കായി ലൈൻ അടിക്കാൻ പോയതായിരിക്കും. മകളെ, നീയൊരു കൊച്ചു പെണ്ണല്ല, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അടൽസൊള്ളിയായ ഒരു യുവ കന്യാകുമാരിയാ. അടയ്ക്കായ മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലോ കാർഷിക വികസന കോർപ്പറേഷന്റെ ഓഫീസിൽ വെക്കാം. അതല്ല പറഞ്ഞത്, കടാപ്പുറത്തു കൂടി അഴിഞ്ഞാടി നടന്ന് വല്ലതും പറ്റിയാലോ? പറ്റാനാ പോയത്.
പ്യാരിക്കുട്ടിക്കാനെ കണ്ട് 25,000 രൂപ പറ്റാൻ ഡാഡിക്ക് വള്ളവും മലയും വാങ്ങിക്കാനേ പ്യാരിക്കുട്ടിക്ക 25,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 25,000 രൂപ? നിന്നോട് ആര് പറഞ്ഞു 25,000 ചോദിക്കാൻ? ചോദിക്കുമ്പോ 1,00,000 ചോദിക്കണ്ടേ? അയ്യോ, എന്തൊരു ആർത്തിയായി മമ്മിക്ക്. അത് ശരി, അവൻ കാശ് കടം തരാന്ന് പറഞ്ഞെങ്കിലേ ഞാൻ പോയി കൈയോടെ മേടിക്കാം. മനുഷ്യനെ അതിന് നല്ലതല്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നേ. എടി, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അവിടെ ചിലപ്പോൾ ബാങ്കുകാർ ഒരു വക ചോദ്യം ചോദിക്കും. ഒന്ന്, ഒരു വലക്ക് എത്ര തുളയുണ്ട്, ഒരു ദിവസം കടപ്പുറത്ത് എത്ര തിരമാല അടിക്കും, ഏത് ഭാഗത്താണ് മീൻ പിടിക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്തെ ഫോട്ടോ അറ്റാച്ച് കോപ്പ്, കടലിൽ തന്നെയാണ് ആ മീൻ പിടിക്കുന്നതെന്നുള്ളതിന് കടലമ്മയുടെ ഒപ്പ്. ബാങ്കിൽ നിന്ന് കാശ് മേടിക്കുന്നതിനും ഭേദം ആ പരീക്കുട്ടര ഇത് കാശ് മേടിക്കുന്നതാണ്. അവനാവും ഒറ്റ ചോദ്യമേ ഉള്ളു, കറുത്തമ്മ ഉറങ്ങിയ അന്ന്. അതിന് പ്യാരിക്കുട്ടി കാശ് തരാൻ ഈടൊന്നും ഇല്ലാതെ. അതിനല്ലേ നമ്മുടെ മോള് കറുത്തമ്മ. അവളുടെ ഓരോ ചിരിക്കും 10,000 രൂപ ഈടാണ്. അയ്യോ, നീ ചിരിക്കല്ലേ, പേടിയാവണ്. നിർത്തടി, ഞാൻ ഏതായാലും അവനോട് പോയി ഒന്ന് ചോദിച്ചിട്ട് വരാൻ കേട്ടാ. ആ വാളോ. കടലിനക്കരെ പോണോരെ കാണാപ്പനിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൊച്ചുമലയാളിയേ. അല്ല, ഇതാര്? കറുത്തമ്മയുടെ ഡാഡിയോ? കറുത്തമ്മ ഉറങ്ങിയോ? ഈ പട്ടാപ്പകൽ അവൾ എന്തിനാണ് ഉറങ്ങണത്? അല്ല, പകലുറക്കം. കൊച്ചുമലയാളി, ഞാൻ വന്നത് കുറച്ച് കാശ് കടം ചോദിക്കാനാണ്, വെള്ളവും വലിയ മേടിക്കാൻ. അയ്യോ, ഇന്നലെ അറിഞ്ഞെങ്കിൽ മാറി തന്നേനെ. ചെക്കാണാ? ഞാൻ ഇവിടുന്ന് മാറി തന്നേനെന്ന്. ഒരു നിവൃത്തിയില്ലാഞ്ഞാണ് മുതലാളി, ഒരു ദിവസത്തേക്കൊന്ന് മറിക്കാനാണ്. മറിക്കണമെന്നൊക്കെ നിർബന്ധമാണെങ്കിൽ ഇത് അവിടെ ഒരു വഞ്ചി എടുപ്പുണ്ട്, അത് മറിച്ചോ. തമാശ പറയില്ലേ മുതലാളി, ചെമ്പങ്കുഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പകരം മീൻ ഞാൻ തന്നിരിക്കും. കറുത്തമ്മ ഓർത്ത് 100 കൊട്ടം മീൻ ഞാൻ തരാം, അത് വിറ്റ് കാശാക്കിക്കോ. പിന്നെ കറുത്തമ്മ വീട്ടിലുണ്ടല്ലോ അല്ലേ? കൊണ്ട് കൊച്ചു മുതലാളി. ഈ വിളിയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്ത്? ഈ കൊച്ചു മുതലാളി എന്നുള്ള വിളി. പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? എന്നെ വലിയ മുതലാളി എന്ന് വിളിച്ചോളൂ. ശരി കൊച്ചു മുതലാളി. എൻ്റെ കറുത്തമ്മ. ഓ, വേണ്ട, ചിലപ്പോൾ അയാൾ കേൾക്കും. മോളെ വരൂ, ശകലം ലൗ നീ തരൂ, നിൻ അലുവ പോലുള്ള മേനിയിൽ ഞാനൊരു ഭ്രാന്തനുറുമ്പായി മേയും ആരാൻ്റെ മോളെ വരൂ. യേശുദാസിൻ പാട്ടുകൾ റേഡിയോയിൽ കേൾക്കുമ്പോൾ, ദാസേട്ടൻ്റെ പാട്ടുകൾ റേഡിയോയിൽ കേൾക്കുമ്പോൾ, ഈ വെള്ളിപ്പാട്ടുകാരനെ മറക്കരുതേ. ആരാൻ്റെ മോളെ വരൂ, ശകലം ലൗ നീ തരൂ, നിൻ അലുവ പോലുള്ള മേനിയിൽ ഞാനൊരു ഭ്രാന്തനുറുമ്പായി മേയും ആരാൻ്റെ മോളെ വരൂ. കൊച്ചുമുതലാളി, അയ്യോ
കൊച്ചു മുതലാളി കറുത്തമ്മ ഡാഡിക്ക് കാശ് കൊടുത്തായിരുന്നോ? കാശ് കൊടുത്തായിരുന്നോ ചക്കരെ? നിന്നെ തന്നെ, ആ, എന്നെ, നിന്നെ ഓർത്തത് മാത്രമാണ് ഞാൻ കാശ് കൊടുത്തത്. ആ ഓ, എന്റെ ഡാഡിയോട് മുതലാളിക്ക് അത്രയ്ക്ക് സ്നേഹമാണോ? നിന്റെ ഡാഡിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങേര് വഞ്ചിയായിട്ട് ആഴക്കടലിലോട്ട് പോവുമല്ല. അവിടെ വെച്ച് വല്ല കാറ്റും കോളും പെട്ട് തട്ടിപ്പോയി കഴിഞ്ഞാ പിന്നെ നമ്മുടെ കല്യാണം നടത്താൻ അല്ലടി നിന്റെ ഡാഡിയുടെ അടിയന്തരം. മുതലാളി ഡിലേ പോയോ? ഡാഡിയുടെ സഞ്ചയനത്തിന് മുമ്പ് ഇയാളുടെ അടിയന്തരം നടത്തേണ്ടി വരുമോ എൻ്റെ ഈശ്വര? അയ്യോ, അടുത്ത തേങ്ങ. നീ എന്തോ ഒന്നും വാങ്ങിക്കാതെ ഇങ്ങോട്ട് പോന്ന് കളഞ്ഞത്? അതിന് കയ്യിൽ കാശ് വേണ്ടേ? അയ്യോ, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേടി? അതാരാ അവിടെ ഒച്ചുണ്ടാക്കണത്? നിറത്തിലാക്കി എന്ന് പറയുന്നതാ ശരി. ആര് ഭരിച്ചാലും ഈ രാജ്യം നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. സ്മോളിൻ്റെ വില കൂട്ടിയതുകൊണ്ട് ഇന്നലെ മുതൽ 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇന്ന് 12 രൂപ തല കിട്ടു. ഇതിൻ്റെ കുറ്റക്കാരാരാണ്? നീ ഞാനാണോ? ഇങ്ങനെ പോയാൽ ഈ കുടിയന്മാരെല്ലാം വെള്ളമിറങ്ങാതെ മരിക്കത്തേ ഉള്ളൂ. നമ്മക്കൊരു സംഘടന ഉണ്ടാക്കി മദ്യവില കൂട്ടിയതിനെതിരെ സമരം ചെയ്താലോ? അതെ, എന്നാൽ ഇന്ന് തന്നെ അതിനെതിരെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. എന്തേ? അത് ശരി. ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ രണ്ടുപേരെ പോലെ സംസാരിക്കണേ? നല്ല പൂസിലാണല്ല. നല്ല വേണ്ട. ഇന്ന് ഡബിൾ റോൾ എന്ന് പറഞ്ഞൊരു പുതിയ ബാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പെക്ക് അടിച്ചാൽ മതി, നമ്മളോട് വേറൊരാൾ വർത്തമാനം പറയാൻ വരും. അതാ അവൻ്റെ ഒരു ഗുണം. പിന്നെ ഒരു ഗുഡ് ന്യൂസ്. ഇന്ന് മുതലൊരു പുതിയ ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്, കരിമാടിക്കൂട്ടൻ. എന്നാ പിന്നെ അതുകൂടി അങ്ങ് വലിച്ചു കയറ്റാമായിരുന്നില്ലേ? അത് ശരിയാവൂല. മണിയെ പോലെ തുണിയിലാണ്ട് ഓടേണ്ടി വരും. ഒടുക്കത്തും ഇടിഞ്ഞുകൂടി. ഇനി എന്നെങ്കിലും കല്ലുവാതക്കലോ വഴുപ്പിനോ ഉണ്ടാവുമ്പോ ഇങ്ങേരെ കൂടി ലിസ്റ്റ് പെടുത്തണേ എന്റെ കടലമ്മേ. എടി കുറ്റം കേട്ടവളെ, ഞാൻ തട്ടിപ്പോണത് കാണാൻ നിനക്ക് ധൃതിയായില്ലടി. അങ്ങനെയൊന്നും ഞാൻ മരിക്കത്തില്ലടി. എന്റെ കിങ് ജോർജ് പുണ്യാണ്, ഗോൾഗുണ്ട മാതാവാണ് സത്യം. മദ്യം എന്നെ ചതിക്കില്ലടി. ജോലിക്കും പോകത്തില്ല, വേലയ്ക്കും പോകത്തില്ല. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് മടുത്തു. ഇങ്ങനെ വെറുതെ ഇരിക്കണ നേരം കൊണ്ട് 10 രൂപ ലാഭം ഉണ്ടാക്കി കൂടെ മനുഷ്യ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ 10 രൂപ ലാഭം ഉണ്ടാക്കിയത് നല്ലവണ്ണേ. നേരാ? ഇന്നലെ ഒരുത്തനോട് 15 രൂപ കടം ചോദിച്ച് ഞാൻ 5 രൂപയെ കൊടുത്തുള്ളു. അപ്പൊ 10 രൂപ ലാഭം ഉണ്ടാക്കിയില്ലേ? താൻ ഈ കാണിക്കുന്നതിനും പറഞ്ഞതൊക്കെ നോക്കിക്കോ. ഞാൻ തന്നെ ഇട്ടേച്ച് പോയാലേ മൂക്കൊണ്ട് ഇട്ട എണ്ണ വരയ്ക്കും. അങ്ങനെ വല്ലവന്റെയും കൂടെ പോവാണ് നിന്റെ പരിപാടിയെങ്കില് നീ വരപ്പിക്കുന്നത് എന്നല്ല, പരിക്കനിട്ടതറയിൽ മണലും പിടിച്ച് അതിൽ നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ എന്നെ എഴുതിക്കും. എന്നിട്ട് ആ മൂക്കിന്റെ തുമ്പത്ത് ഉപ്പും മുളകും തേച്ച് ചമ്മന്തി ഉണ്ടാക്കി ഞാൻ കള്ളിന്റെ കൂടെ തൊട്ട് നാക്കും. താൻ ഒരു കാലത്തും നന്നാവുന്നില്ല. കെട്ട് കിട്ടുന്നു ഒരു 10 രൂപ എടി ഷാപ്പിൽ പോയി ഹാജർ വെക്കേണ്ട സമയനായിരുന്നു. ഇത് നേരെയാണെങ്കിൽ 2 ഭീഷണി നല്ല പെണ്ണ. ഞാൻ പോയിട്ട് പറ്റല്ല ചീത്ത പെണ്ണ. അങ്ങനെ കള്ളിനായി ചില ബാക്കിയ കാശുകൾ ഓർത്തു നോക്കിയത് കൂട്ടി വിളിച്ച നിന്ന നിപ്പിലൊരു 10 രൂപ വാങ്ങാനുള്ള കാശ് പൊടിയായത് കാണാം. അപ്പോ അപ്പനിങ്ങനെ കാറി കയറി കറങ്ങി നടന്നു. എന്നതാണ് തുമ്പി കുഞ്ഞ കാര്യം? ആ ചെമ്പൻ കുഞ്ഞ് പുതിയ വള്ളവും വരെ വാങ്ങാൻ പോകുന്നു. അതിന് നമുക്ക് എന്നതാടാ? ഈ അപ്പനെ പോലൊരു മരമണ്ടൻ ചെമ്പൻ കുഞ്ഞ് വള്ളവും വരെ വാങ്ങിയാലേ ഈ തുറയിലുള്ള ആൾക്കാർ മുഴുവൻ അവരോട് പണിക്ക് പോകും. അങ്ങനെ വന്ന നമ്മുടെ വഞ്ചി പണിക്കുവാൻ ആരും ഉണ്ടാവില്ല. മാതാവേ പറഞ്ഞ പോലെ നേരാണല്ലോടാ. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യൂടാ? കടപ്പുറത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഫാദർ ഡൊമിനിക് തിരുമാലാച്ചനാ. നമുക്ക് അച്ഛനെ കടന്ന് ആലോചിച്ചാലോ? ഫാദർ തിരമാലയെ കണ്ട നടക്കൂടാ? നമ്മളാ പള്ളിയിലെ പെരുന്നാളിൽ പിരിവ് കൊടുത്തില്ലെന്ന് പറഞ്ഞ പുള്ളി പരിഭവത്തില്ല. എന്റെ പൊന്നപ്പ കാര്യം സാധിക്കണേ കഴുതക്കാലം പിടിക്കണം. എടാ ഇനിയിപ്പോ കഴുതക്കാലം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? അപ്പനാ മുണ്ടെന്ന് നോക്കി കുത്തിക്കേ, ഞാൻ കഴുതക്കാലം കാണിച്ചു തരാം. അപ്പനിട്ട് തന്നെ പണിയണം കേട്ടോടാ. പാപ്പച്ചാതി വണ്ടി വിട്ടോ, ഞങ്ങള് വന്നോളാം.
എടാ നിന്നെ പോലെ കുരുത്തം കെട്ട പിള്ളേരുണ്ടായ കാരണവന്മാരുടെ ഗതി ഇതാ. നീ വണ്ടി വിട്. കുരുത്തം കെട്ട അപ്പന്മാരുണ്ടായ മക്കളുടെ ഗതിയിതാ. അപ്പം പിടിച്ചിരുന്നോ? ആ, അടിച്ച്. അച്ഛൻ കുറച്ചു നേരമായല്ലോ, എന്തോ ആലോചിക്കുന്നേ? മത്തായി, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ പള്ളിമണി കാണുന്നില്ല. ആരോ അടിച്ചു മാറ്റിയെന്നാണ് തോന്നുന്നത്. ഇത് നല്ല കൂത്ത്. അച്ഛന് ഓർമ്മയില്ല? അപ്പൊ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞ പോകുമ്പോൾ പള്ളിമണി അടിച്ചു മാറ്റണമെന്ന്. ഞാൻ അപ്പോഴേ അടിച്ചു മാറ്റി വിറ്റ് കാശുമാക്കി. കർത്താവേ, ഒരു പെരുങ്കള്ളനെയാണല്ലോ ഇത്രയും നാൾ ഞാൻ കപ്പയും വീഞ്ഞും കൊടുത്ത് വളർത്തിയതാ. അത് ശരി, അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ കള്ളനായി അല്ലേ? അതൊക്കെ പോട്ടെ, താൻ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 2 ദിനായിട്ട് അല്ലെങ്കിൽ 2 days ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു അറിഞ്ഞു. എന്തായതിന്റെ അസുഖം? അല്ലെങ്കിൽ ദീനം അല്ലെങ്കിൽ വ്യാധി? മൂത്രത്തിലെ കല്ലെടുക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് ആ മൂത്രത്തിലേക്ക് താൻ എന്ത് ചെയ്തു? ആ കല്ലല്ലേ ഇപ്പൊ വീട്ടുകാർ തുണി അലക്കുന്നത്. കർത്താവേ, ഒരു കല്ല് വെച്ച് നുണയനാണല്ലോ ഇത്രയും നാൾ ഞാൻ കൂട്ടത്തിൽ കൊണ്ടു നടന്നത്. അത് ശരി, നേരത്തെ ഞാൻ കള്ളനായി, ഇപ്പൊ നുണയനുമായി. ഞാൻ തെറ്റുകാരനാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിക്കാൻ വന്ന ആളെ അച്ഛൻ എന്തിനാ കർണക്കുട്ടിക്ക് അടിച്ചേ? മത്തായി, എന്റെ ലോകയിൽ നിന്ന് ശമ്പളം കട്ടെടുത്തതിനു ശേഷം അവൻ എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു കുമ്പസാരിക്കാൻ. അവൻ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ ഇരുകരണങ്ങൾ ഞാൻ അടിച്ച് തകർത്തു. അതെറ്റാണോ മത്തായി? തെറ്റല്ല, നന്മ മാത്രം. ഉമ്മ, എന്റെ അച്ഛോ, അച്ഛനൊരു അച്ഛനാകേണ്ട ആളല്ല കേട്ടോ, പോപ്പാകേണ്ട ആളാ. മത്തായി, എല്ലാരും പറയുന്നുണ്ട് ഞാൻ പോപ്പാകുമെന്ന. കോപ്പാകും. മത്തായി എന്തെങ്കിലും പറഞ്ഞോ? അച്ഛൻ ടോപ്പാകുമെന്ന് പറയുമായിരുന്നു. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൽക്കാലം ഞാനൊന്ന് നടക്കട്ടെ. അച്ചോ, എനിക്കൊരു കംപ്ലൈൻറ്റ് ധരിപ്പിക്കാനുണ്ടായിരുന്നു. എന്താണ് കുഞ്ഞാടെ നിന്റെ കംപ്ലൈന്റ്? ഞാൻ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് മീനൊന്നും വലയിൽ കയറില്ല അച്ചോ. നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും മീനുകളോട് നിന്റെ വലയിൽ കയറിയിരുന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അച്ചോ, അങ്ങനൊന്നും പറയരുത് അച്ചോ, കുടുംബം പട്ടിണിയാണച്ചോ. 3-4 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. എന്താണ് കഞ്ഞി വെക്കാത്തതോ? പിള്ളേർക്കൊക്കെ ബിരിയാണി മതിയെന്ന്. ആ കുഞ്ഞുങ്ങളെ നീ ആഴക്കടലിലേക്ക് വലിച്ചെറിയുക. അതെന്തിനാണച്ചോ? നിനക്കും ജീവിക്കട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, കടലിൽ നിന്ന് പോരുമ്പോൾ ആദ്യം വലയിൽ കയറിയ മീൻ പള്ളിക്ക് തരണമെന്നോ? ഊവച്ചോ, പക്ഷെ 10,000 മീൻ ഒരുമിച്ച് വലയിൽ കയറിയപ്പോൾ ഏതാണ് ആദ്യം കയറിയതൊരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാനെല്ലാം തൂക്കി വിറ്റ്. കൊള്ളാം നിന്റെ മുട്ടായിത്തി. കടലിൽ പോകുമ്പോൾ ദൈവവിചാരം വേണം. കടലിന്റെ മുകളിലൂടെ നടന്നവനെ നീ മറക്കരുത്. അച്ഛൻ അങ്ങനെ പറയരുത്, ഞാനും നടന്നിട്ടുണ്ട് കടലിന്റെ മുകളിൽ കൂടെ. എപ്പോൾ ഏത് കടലിന്റെ മുകളിലൂടെയാണ് നീ നടന്നതോ? എറണാകുളം വെണ്ടിരുത്തി പാലത്തിന്റെ മുകളിൽ കൂടെ. അടിക്കടലാണച്ചോ. സാത്താനെ, നീ ദൂരെ പോകുക. നിന്റെ ഇടവക വികാരി ഫാദർ തിരമാലയെ നീ പരീക്ഷിക്കരുത്. മീനുകൾ നിന്റെ വില കാണുമ്പോൾ കൊഞ്ഞനം കുത്തി തിരിച്ചു പോകുമാറാകട്ടെ. ഓ മീൻ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നല്ല അച്ചോ, അതിന്റെ ഒരു ഭംഗി. ആ ചെമ്പൻ കുഞ്ഞു പുതിയ വള്ളവും മലവും വാങ്ങാൻ പോകുന്ന വിവരം അച്ഛൻ അറിഞ്ഞിരിക്കുമല്ലോ. ഞാൻ അറിഞ്ഞിരുന്നില്ല കുഞ്ഞാടുകളെ. ആ, അതെങ്ങനെ അറിയാനാ? 24 മണിക്കൂർ കുമ്പസാരം കൂടെ അകത്തല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങണം, എന്നാലും നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അയാൾ വള്ളവും മലവും വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അപ്പൊ പിന്നെ ഞങ്ങളുടെ വള്ളവും മല എന്തിനാ അച്ചോ? പുഴുങ്ങി തിന്നാനോ? അച്ചോ, അവന്റെ വെള്ളം കടലിലിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല കേട്ടാ. കുഞ്ഞാടുകളെ, നിങ്ങൾ സൈലന്റ് ആയിരിക്കുക. നിങ്ങളോട് ശാന്തമായി എനിക്കൊന്നേ പറയുവാനുള്ളൂ. എന്താണ് കടല ആരുടെയും അപ്പന്റെ വകയല്ല. ചെമ്പൻ കുഞ്ഞിന്റെ വഞ്ചി ഞാൻ തന്നെ വെഞ്ചരിക്കും. അച്ഛൻ വെഞ്ചരിക്കുകയല്ല, വെറുതെ ബെഞ്ചായിരിക്കത്തേ ഉള്ളൂ. എടാ തൊമ്മിയേ, നമ്മുടെ പിള്ളേരൊക്കെ വിളിക്കടാ. അച്ചോ, എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങടെ ഡൽഹിയിലും കൊണ്ട് പിടി. നീ ഇത്ര പിടിയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ നിന്റെ പിടിയിൽ തന്നെ പിടിച്ചു നിൽക്കുക. മേലിൽ നിന്റെ പിടിയുമായി എന്റെ കൺമുമ്പിൽ വരാതിരിക്കുക. എടുത്തെന്റെ പോടാ വണ്ടി. കപ്പ്യാരെ എന്റെ പുറകെ ഫോളോ മീ. പോടാ കാട്ടുമാക്കാനെ. ഒന്ന് പോടാ അവിടുന്ന്. തൊമ്മിക്കുഞ്ഞേ, നമ്മളൊന്ന് ചമ്മിയോടാ. മമ്മി അറിയണ്ട, അപ്പൊ വണ്ടിയിലോട്ട് കയറി. വണ്ടിയേട്. പ്രിയമുള്ള തുറക്കാരെ, നമ്മുടെ തുറയുടെ അഭിമാനമായ ചെമ്പൻകുഞ്ഞച്ചായന്റെ വെള്ളത്തിൽ കിടക്കുന്ന വെള്ളത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ തദവസരത്തിൽ ഫാദർ ഡൊമിനിക് തിരമാല വഞ്ചി ക്ഷമിക്കണം, വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പ്രസ്തുത ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്നു. വേഗം വാ, വേഗം വാ, വേഗം വാ. തുടങ്ങാൻ പോരണേ. കപ്പ്യാരെ, നമ്മുടെ നേർച്ചക്കൂറ്റിന്ന് ആരോ കുത്തി തുറന്നു. അച്ചോ, അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മര്യാദ അതിന്റെ താക്കോലിഞ്ഞ് തരാൻ. കപ്പ്യാരെ, ഇത് നമ്മുടെ വെഞ്ചരിപ്പിനുള്ള യാത്രയാണ്. അത് നമ്മുടെ അന്ത്യയാത്രയാകരുത്. പേടിച്ചൂർന്ന അച്ഛൻ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ വെറുതെ എന്നെ പേടിപ്പിക്കാൻ? കപ്പ്യാരെ, ഈ ചക്കടാ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ? ഇല്ല, സ്ലേറ്റും പെൻസിലും ഉണ്ട്. കർത്താവേ, ഇവൻ എന്നെ കൊണ്ടുപോകുന്നത് വെഞ്ചരിപ്പിനാണോ അതോ എന്നെ ശരിപ്പെടുത്താനാണോ? കർത്താവേ, അയ്യോ പിതാവേ, ഗോഡ്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന
ഈശോ മിശിഹായ്ക്കുള്ള സ്തുതി നേരിട്ട് കൊടുക്കുക. എന്റെ കയ്യിൽ തന്നെ വിടാൻ ഞാൻ എന്തോ കൊറിയർ സർവീസോ പ്രധാനം പറഞ്ഞിരിക്കാതെ പിടിച്ചു വെക്കണ സാത്താനെ. അയ്യോ മൈ ഗോഡ് ലോർഡ്. എന്റെ പിതാവേ, കപ്യാരെ വണ്ടി എടുക്കുക. നിനക്കൊരു ശ്രദ്ധയുമില്ല. മത്തായി സുവിശേഷം 26-ാം വാക്യം നിനക്ക് ഓർമ്മയില്ലേ? വരാനുള്ളത് വഴി തങ്ങില്ല ചോ. അയ്യോ, അച്ഛൻ ധൈര്യമായിട്ട് കേറിക്കോ, ഞാനല്ലേ ഇല്ല, ഓടിക്കുന്നേ. ഈ കുരിശിൽ കയറുവാൻ ഞാൻ ഇനിയില്ല. ഇനി നമുക്ക് നടന്നു നീങ്ങാം. അയ്യോ ഈശോ. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വഞ്ചിയുടെ ഓർഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുഞ്ഞാടുകളെ, കെട്ടിക്കാൻ പ്രായമുള്ള 2 പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോൾ ഒരു കെട്ടുവഞ്ചു വാങ്ങിച്ച വൃത്തികെട്ട വിവരം കെട്ടവനാണോ ഈ ചെമ്പൻ കുഞ്ഞ് അഥവാ കോപ്പർ കുഞ്ഞ? കോപ്പർ കുഞ്ഞ്? ചെമ്പൻ കുഞ്ഞിന്റെ ഇംഗ്ലീഷാണ് കോപ്പർ കുഞ്ഞ. ഓ യെസ്. കുഞ്ഞാടുകളെ, ഈ വെഞ്ചരിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങ് ഇറ്റലിയുടെ തലസ്ഥാനമായ ചെക്കോസ്ലോവാക്യയിൽ വെച്ചോ ഒരു കപ്പൽ വെഞ്ചരിക്കാൻ പോയ സംഭവമാണ്. എന്റെ വെഞ്ചരിപ്പ് കാണുന്നതിന് വേണ്ടി, അത് കേൾക്കുന്നതിന് വേണ്ടി ഏകദേശം 1,00,000-ഓളം വരുന്ന വിശ്വാസികളോ എത്ര വരുമെന്നായിരുന്നു കപ്പലുകാരുടെ പ്രതീക്ഷ. എന്നാൽ ഏകദേശം 25,000-ഓളം വരുന്ന വിശ്വാസികളോ എന്തോ വരുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എന്നാൽ 1,000-ഓളം വരുന്ന വിശ്വാസികളോ 1000 വന്നാൽ തന്നെ അവർക്ക് ഇരിക്കുവാനുള്ള സ്ഥല സൗകര്യങ്ങളില്ലാതിരുന്ന കാരണം ഏകദേശം 100-ഓളം വരുന്ന വിശ്വാസികളോ 100 എന്നിട്ട് പലരും മടങ്ങിപ്പോയി. ഏകദേശം 15-ഓളം വരുന്ന വിശ്വാസികളോ ഇനി കുറച്ചും കൂടി കുറയോ വെച്ചോ. ഇനിയും കുറച്ചിനെ നാട്ടിക്കരുത് പ്ലീസ്. കടലിനകരെ പോണവരെ, കാണാ പൊന്നിന് പോണവരെ, പോയി വരുമ്പോൾ നിങ്ങൾ കൊന്ത കൊണ്ടുവരുമോ? അച്ചോ, സമയം പോയി വള്ളറക്കാനാണ്, വേഗം വെഞ്ചിരിക്ക്. എങ്കിൽ നമുക്ക് വെഞ്ചരിപ്പ് ആരംഭിക്കാം. എല്ലാവരും ഭക്തിയോടെ നിൽക്കുക. വെഞ്ചരിക്കട്ടെ. പിതാവിന്റെയും എനിക്ക് പിതാവില്ല അച്ചോ. പുത്രന്റെയും പുത്രനും ഇല്ല, 2 പെൺമക്കള് മാത്രമേ ഉള്ളൂ. എന്നാ തോന്നിയവരെ പേര് ഞാൻ വെഞ്ചരിപ്പ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കുക. കൈയടിച്ച് പുഞ്ചിരിക്കുക, കൈയടിച്ച് കർത്താവേ, ഈ കുഞ്ഞാടിന്റെ വല കീറാൻ തക്കവണ്ണം മീൻ കയറുകയും പറ്റി മുങ്ങാൻ തക്കവണ്ണം മീൻ നിറയുകയും ചെയ്യട്ടെ. അച്ചോ, ആശീർവദിച്ചാണ് അതാ പ്രാഗീതാണ്? ആശീർവദിക്കതാണ്. അല്ല, പ്രാഗികമാതിരി തോന്നി. എന്നാൽ നമുക്കിനി വെള്ളം അടിക്കാം. സോറി, വെള്ളം ഇറക്കാം. ആ വള്ളം ഇറക്കാൻ പോണെയാണ്. ഇനി ആ വള്ളത്തെ കെട്ടി കോളാമ്പി അടിച്ച് മാറ്റുന്ന വെള്ളത്തിലേക്ക് ഇറക്കുക. തള്ളി കൊടുക്കുക. തള്ളി കൊടുക്കുക. പോകട്ടെ, പോകട്ടെ. പോട്ടെ, ചാച്ച. തള്ളി കൊടുക്കുക. പോട്ടെ, പോട്ടെ. ആരാൻ്റെ മോളെ വരൂ, ശകലം ലൗ നീ തരൂ, നിൻ അലുവ പോലുള്ള മേനിയിൽ ഞാനൊരു ഭ്രാന്തനുറുമ്പായി മേയും. ആരാൻ്റെ മോളെ വരൂ. ചമ്പക്കുതിന് വെള്ളം വന്നേ, ചമ്പക്കുതിന് വെള്ളം വന്നേ, ചമ്പക്കുതിന് വെള്ളം വന്നേ, ചമ്പക്കുതിന് വെള്ളം വന്നേ.
ചെമ്മക്കുഞ്ഞെ വള്ളം നിറയെ മീനാണല്ലോടോ. അതെ, എന്താണ് കണ്ണടിയണ്ട? ഡാഡി എന്താടി? ഡാഡി എന്താണടി? എനിക്കിത്തിരി മീന് വേണം. ചെമ്മക്കുഞ്ഞേ, വാ, കോപ്പർ കുഞ്ഞേ. വള്ളം നിറയെ മീനാണല്ലോ. നിനക്ക് കിട്ടിയ മീനിൽ പാതി വള്ളിക്ക് കൊടുക്കുക. അത് പള്ളിയിൽ പറഞ്ഞാ മതി. ഇത് അവസാനം കിട്ടിയ മീനാണ്, ആദ്യമൊന്നും കിട്ടിയില്ല അച്ചോ. എങ്കിൽ നിന്റെ മീനൊക്കെ ചീഞ്ഞു പോകട്ടെ. ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഉപ്പിട്ട് ഉണക്ക മീനാ കുഞ്ഞായി. കർത്താവേ, ഇവന്റെ വലകീറി വഞ്ചി മുങ്ങി, ഇവൻ കടത്തിൽ മുങ്ങി നാറി നാരായണ കന്നി. അച്ചോ അരക്കിലെടുത്താ നന്നായി വരട്ടെ. കൊണ്ടുവരാ. വേഗം കൊടുക്കുക. ചെമ്മങ്ങുഞ്ഞായ, ഈ മീൻ മുഴുവൻ ഞമ്മക്ക് തന്നെ, ഞമ്മള് പൊന്നും വില തരാ. റൊക്കം കാശുണ്ടാടാ. ഞാനല്ലേ നിനക്ക് വഞ്ചി വില വാങ്ങാൻ കാശ് തന്നത്? ആര്യെന്ന്? എപ്പ തന്നെ എന്തിന് തന്നെ? പോടാ പ്രാന്താ, പോടാ അവിടുന്ന്. എന്തിനെ കൊല്ലി ഞാൻ? ജിംബ ചക്കട ജിമട ചക്ക, ജിംബ ചക്കട ജിമിങ്ങ ചക്കി ചക്കി. കുഞ്ഞാമത്തി തീരാൻ പോണ്. കിലോ 2 രൂപ കിലോ 2 രൂപ. അതെ, വാരിക്കോരി കൊടുക്കണം. പച്ചരി വരുന്ന സാധനം. ഞാട് വാട്. ഞാൻ ഈ KD & കമ്പനിയുടെ പുതിയ ഡാമേജർ അല്ല, മാനേജർ. നീ ശത്രുവാ? ആരോടെ തങ്ങളെ മാനേജർ തല്ലിയത്? അയാൾ തല്ലിയതല്ല, തല്ല് ചോദിച്ചു മേടിച്ചതാ. അല്ല, ആരാണ്ടാ ഇവരൊക്കെ? ഇത് മൊണ്ണൻ കതലാളി അല്ല, കണ്ണം മുതലാളി. ഇത് ആഭാസം മുതലാളി. ഞാൻ ഈ കമ്പനി ചേർന്ന പിന്നെ എനിക്ക് വെച്ചടി കേറ്റ. അത് ശരി, നിനക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് അടി കിട്ടിയപ്പോഴേ ഞാൻ മനസ്സിലാക്കി വെച്ചടി കേറ്റോടുന്ന്. അപ്പോ തൊച്ചോട് കൊടുക്കട്ടെ മുതലാളി. എന്താടാ കൊച്ചോട് തുടങ്ങട്ടെ കൊതലാളി. കൊതലാളിയാ? അല്ല, കച്ചവടം തുടങ്ങട്ടെ മുതലാളി. അങ്ങനെ മലയാളത്തിൽ പറ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുക. ആ പളോ നെയ്മീനുണ്ടോ? ഉണ്ട്, മീൻ മാത്രമേ ഉള്ളു. മിൽമാക്കാര് സമരത്തിലാണ്, അതുകൊണ്ട് നെയ്യില്ല. എന്താടാ ഈ മീനിന്റെ തലയില്ലേ? ഇല്ല, ഇത് കണ്ണൂര് കടപ്പുറത്തുനിന്ന് പിടിച്ചതാണ്. ഈ മീന്റെ മാല എവിടെ നിന്ന്? അത് പൂച്ച കൊണ്ടുപോയി. പൂച്ച കൊണ്ടുപോയ മീനാണോ നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്? അല്ല, ഇപ്പൊ എന്റെ മീൻ മേടിച്ചോണ്ട് പോയാലും വീട്ടിൽ ചെല്ലുമ്പോ ബാലും തലയും പൂച്ചക്കിട്ട് കൊടുക്കുമല്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പൂച്ചക്കിട്ട് കൊടുത്ത്. പൂച്ചക്കുള്ളത് പൂച്ചക്ക്, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, കർത്താവിനുള്ളത് കർത്താവിന്, ഭർത്താവിനുള്ളത് ഭാര്യയ്ക്കും. അപ്പൊ സീസറിനോ? ആ പളോ സീസറിന് കൊടുത്ത് ഞാൻ മുടിഞ്ഞ്. ഒടുക്കത്തെ കൂടിയാണല്ല. ഉച്ചോടെ കറുപ്പിക്കട്ടെ മുതലാളി. വരണ ഒടുക്കത്തെ ഇംഗ്ലീഷ്, ഒന്നും മലയാളത്തിൽ പറയണ മധൂരി. കച്ചവടം ഉറപ്പിക്കട്ടെ മുതലാളി. അങ്ങനെ പറ, കേൾക്കാൻ എന്ത് രസമാണ്. ഒരു തരം, 2 തരം, 3 തരം. എന്താടാ ഇത്? രണ്ടിത്തരം മീൻ തരം തിരിച്ചത്. രണ്ടിത്തരമാണ്. കാശിറൊക്കെ തരണവർക്ക് ഞാൻ മീൻ കൊടുക്കുള്ളു. എടോ, അങ്ങനെയാണെങ്കിൽ ഈ മീൻ മുഴുവൻ ഒരു ലോറി കയറ്റി അങ്ങ് തെങ്കാശിലോട്ട് വന്നാ മതി. കേറ്റിക്ക എല്ലാ മീനുകളും കേടി കമ്പനിയിലോട്ട് പോട്ടാ. എന്നെന്തിനാണ് ദാസപ്പം മുതലാളി അടിച്ചത്? ഈ ഗ്ലാമർ കണ്ടിട്ട് എന്നെ ഇങ്ങനെ തല്ലുവാണെങ്കിൽ എന്റെ ചെറുപ്പത്തിലുള്ള ഗ്ലാമർ കണ്ടാ നിങ്ങൾ എന്നെ തല്ലി കൊല്ലുമായിരുന്നല്ല. ഗ്ലാമർ വരുത്തി വെക്കണ ഒരു വിനെ ഫളോ. മമ്മി, എന്താണ് മകളെ? കൊച്ചു മുതലാളിക്ക് ഡാഡി മീൻ കൊടുത്തില്ല മമ്മി. മീൻ കൊടുത്തില്ലെന്നോ? എന്റെ മമ്മി, ഞാനത് എങ്ങനെ സഹിക്കും? എന്റെ മക്കളുടെ ഡാഡിക്ക് കുറച്ചെങ്കിലും മീൻ പ്യാരിക്കുട്ടിക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഹോ, ആ വഞ്ചി കിടക്കണ മീൻ നോക്കി കൊച്ചു മുതലാളി നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോ നമ്മുടെ കണ്ടംപൂച്ചയുടെ മോന്തേ എനിക്ക് ഓർമ്മ വന്നേ. ആ, ദാ പരീക്കുട്ടി വരുന്നേ. എന്താ പ്യാരിക്കുട്ടി, പട്ടി ചന്തക്ക് പോയ പോലെ വരുന്നത്? ഞമ്മള് മീൻ വിൽക്കുന്നിടത്തുനിന്ന് വന്ന വയ്യ. മുതലാളിക്ക് ഡാഡി മീമി തന്നില്ല അല്ലേ? ഇല്ല, കാശില്ലാത്തത് കൊണ്ട് മീമി തന്നില്ല. മകന് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പൊന്നും വില കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി എന്ത് പറഞ്ഞു? എന്റെ തന്തക്ക് പറഞ്ഞു. ഡാഡി എടുത്ത് തലയെ വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. വേലിക്കിരുന്ന പാമ്പിനെടുത്ത് കൊക്കോ.
കോയമ്പത്തൂർ വെച്ചൊന്ന് പറ. ശോ, നമ്മൾ പോണു. എനിക്കൊരു പാട്ട് പാടാൻ മുട്ടണ്. ഏത് പാട്ടാ മുതലാളി? ഏത് പാട്ടാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലല്ലേ? കൂനിന്റെ മൂളിൽ കുരു അതുപോ കയ്യിരിക്കണ കാശ് മുഴുവൻ പെറുക്കി കൊടുത്തിട്ട് ഈ കോന്തൻ കടപ്പുറമായ കടപ്പുറം മുഴുവൻ പാടി നടക്കുകയാണല്ലോ എന്റെ ദൈവമേ. എടി ചക്കിയേ, ചക്കിയേ, എടി വെളുത്തമ്മ നിന്റെ അമ്മ എന്തിയടി? ചക്ക് മരക്കാത്തി അകത്തുണ്ട്. എടി ഇങ്ങാട് ഇറങ്ങി വാടി. എന്താ? എന്താണെന്നാ നീ ഇത് കണ്ടാടി? മീൻ വിറ്റ് കിട്ടിയ കാശ് കണ്ടാടി? കൊണ്ടുപോയി കുടുക്കലിടറി. നിങ്ങൾ എന്ത് പണിയാ ഈ കാണിച്ചത്? എന്തേ? ഒരു കൂട്ടാത്തിനുള്ള മീൻ ആ ചെക്കന് കൊടുക്കായിരുന്നില്ലേ? അരി മേടിക്കാൻ കാശില്ലാത്തവന് കൂട്ടാത്തിന് മീൻ കൊടുത്തിട്ട് എന്താടി കാര്യം? ഡാഡി കാണിച്ചത് ചതിയാണ്, കൊടും ചതി. മീൻ കൊടുക്കാന്ന് പറഞ്ഞല്ലേ കൊച്ചുമുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്? ആ, കൊടുക്കാമെന്ന് പറഞ്ഞ നേരാണ്. പക്ഷെ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ല. എന്നെ ഓർത്താ മുതലാളി കാശ് തന്ന് സഹായിച്ചതെന്ന് ഓർക്കണം. അതെ, ശരിയാണ് ശരിയാണ്. നീയും അവനും തമ്മിൽ ലൈനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. മേലാൽ നീയും അവനുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ രണ്ടു വെള്ളം കൂടി മേടിക്കാനുള്ള കാശ് ഞാൻ അവൻ്റെ ഒപ്പിക്കും. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല മനുഷ്യ. ആ, നന്നാവാനുള്ള മരുന്നുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നീ പൊടി മരക്കാത്തി. അപ്പളോ മറി അല്ലല്ല ഇത്. ഊനിൻ്റെ മോളിൽ ഒരു അതുപോലെയാണെൻ വിധി. എന്നാലും എന്നെ ജമ്മ കുഞ്ഞ് തന്നെ സമ്മതിക്കണം കേട്ടാ. എന്താണ് താൻ അങ്ങനെ പറഞ്ഞത്? ആ പാവം പ്യാരിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ച് വള്ളം ബലം വാങ്ങിയില്ലേന്ന്. എന്നിട്ട് ഈ തുറയിലെ രാശാവായി. ആ പാളോ, കാശുണ്ടാക്കണമെങ്കിലേ കുറച്ച് ഫോർഡ് കളിയൊക്കെ കളിക്കണം. ഫോർഡ് എന്ന് വെച്ചാല്? ആ, നിന്നോട് ഇംഗ്ലീഷ് പറയണ ഞാനാണല്ല മണ്ടൻ. അത് പണ്ടേ ആണല്ല. എടകുമ്പാരി, എന്താണ് ചമ്പം കുഞ്ഞ്? ആ പാളോ, ഈ കടലാരുടെയും സ്വത്തല്ല. ഇതിലുള്ള മീൻ ആരുടെയും സ്വന്തമോ അല്ല. കടലമ്മയായിട്ട് ഉണ്ടാക്കി തന്ന മീൻപിടുത്തം കൊണ്ട് 5 പൈസ ചെലവില്ലാണ്ട് കാശുണ്ടാക്കാൻ പറ്റിയല്ല. ഈ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന രീതി എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചതാടോ. വേണ്ട, മുക്കുവനെ വല വീശാൻ പഠിപ്പിക്കല്ലേ. മാതാവ്, ഇത് ആര്? കടലിൽ പോയിട്ട് വരുന്ന വഴി ആയിരിക്കും. അല്ല, ഒരു കല്യാണത്തിന് പോയിട്ട് വരണ വഴിയാണ്. ആരെ കെട്ടിക്കാൻ? നിന്റെ അമ്മേനെ കെട്ടിക്കാനാടാ പന്നി. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. അതേ ഉടക്കാനുള്ള പാവമാണ്. ഉടക്കിയെത്താൻ എന്തോ ചെയ്യും? ഉടക്കിയാൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടാ. അതെന്താ? ഞാൻ ഓടിക്കളയും. ആ പാളോ, ചെമ്പൻ കുഞ്ഞേ, ഞാൻ ചെറുപ്പത്തിൽ പെറ്റു വീണതേ ഈ കടപ്പുറത്ത് തന്നെയാ. അതാ മീനിന്റെ ഒരു ഉളുമ്പ് നാറ്റം. കളിയാക്കണ്ട, ഈ കടപ്പുറം ഞങ്ങളുടെ കയ്യിലാ. കടപ്പുറം നിങ്ങളുടെ കയ്യിലാ? അതേടോ, ഇവിടെ മീൻ വിൽക്കുന്നതും മീൻ വില പറയുന്നതും ഈ മാമച്ചനാ. വേറൊരുത്തിനും ഇവിടെ വളരാനേ ഞാൻ സമ്മതിക്കുകയല്ല കേട്ടാ. ഈ കയ്യുണ്ടല്ല, ചെറുപ്പം മുതലേ വെങ്കായം പിടിച്ച് തയമിച്ച കയ്യാണ് പൊന്നു മോനെ. എനിക്കിവിടെ ഒരു സ്ഥാനമുണ്ട്. അത് തന്റെ വീട്ടില്. നായിന്റെ മോനെ. ഓടോ, മേലാൽ ഞങ്ങളെ പണിക്കാരെ വിളിച്ചുകൊണ്ട് താൻ കടലിൽ പണിക്ക് പോയാൽ അതിന് കടല് നിങ്ങൾക്ക് തീരെഴുതി തന്നിട്ടുണ്ടാ? അതേടാ, കടലമ്മ ഞങ്ങളുടെ സ്വന്തമാടാ. അപ്പൊ കടലമ്മയാണ് നിങ്ങളുടെ മദർ. വേണ്ട വേണ്ട, കളി വേണ്ട കേട്ടാ. ഇനി മേലാലെങ്ങാനും എന്റെ പണിക്കാരൻ വിളിച്ചോണ്ട് താൻ കടലിൽ പോയെന്നെങ്ങാനും അറിഞ്ഞ താൻ വിവരം അറിയും. എന്ത് വിവരം? കടലിൽ മീൻ പിടിക്കാൻ പോയെന്ന വിവര? വിവരമില്ലാത്ത ഇവരോട് സംസാരിക്കുന്ന എനിക്കാണ് വിവരമില്ലാത്തത്. താൻ പാടോ ചമ്മൻ കുഞ്ഞ്. ആ, ഇപ്പൊ പൊയ്ക്കോ, നമുക്ക് കാണാം. എന്നാ ഒരു കാര്യം ചെയ്യും, എന്റെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ തരാം. അതും കണ്ടോണ്ടിരിക്കാവല്ല. ആ, വേണ്ടെങ്കി വേണ്ട. ആ പാളോ, വണ്ടിലോട്ട് കയറാ. പിന്നെ ഒലത്തും. എടാ ചമ്മൻ കുഞ്ഞ്, അങ്ങാട്ട് നോക്കിയേ.
ആദ്യം ആശാനടക്ക, പിന്നെ തിമിംഗലത്തിലടക്ക. ഇതെന്റെ വൈകുന്നേരത്തെ ചായക്കുള്ള ചെറുകടിയാണ്. നിക്കടാ അവിടെ, നിൽക്കാനാ പറഞ്ഞത്. തിമിംഗലം, നീ വഞ്ചിയിലേക്ക് കയറുന്നോ അതോ ഞാൻ കടലിലേക്ക് ഇറങ്ങണോ? അവന്മാരെ കൊണ്ട് തിമിംഗലം പോകുന്ന എനിക്ക് തോന്നുന്നത്. ആശാനെ, ആ മുണ്ടാപ്രാണിനെ വെറുതെ വിട്ടേക്ക്. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങണത്? തിമിംഗലമേ, നീ എന്നോട് കളിക്കരുത്. കളിച്ചാൽ നിന്റെ അച്ഛനെ വരെ ഞാൻ പിടിക്കും. അവൻ മുടുക്കനാണല്ല, അവനെ നമ്മക്കൊന്ന് പരിചയപ്പെട്ട കുമ്പാരി. തിമിംഗലം, തൽക്കാലം നീ പൊയ്ക്കോളൂ. പക്ഷെ ഈ കടലിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ കടൽ കലക്കി നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഈ കടലമ്മയാണ് സത്യം. പയ്യൻ, വഞ്ചി വിട്, പോകാം. ആ പോകാതെ നല്ലത്. നമുക്ക് കരപ്പച്ചെന്നേ വല്ല തവളേനെയും പിടിക്കാം. വാ. എടാ വലയം കൊണ്ടുപോര് കേട്ടാ. ആ ഇയാളാള് കൊള്ളാവല്ല. മോന്റെ പേരെന്താണ്? എന്റെ പേര് പളനി. എന്റെ പേര് വടപളനി. ഓ, ആ പാളോ. മകന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ആരുമില്ല. ഞാൻ മാത്രം. ഞാൻ ഏകനാണ്, ഒറ്റത്തടിയൻ. പളനി, ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണാൻ വരണം കേട്ടാ. വരാം. എവിടെയാണ് നിങ്ങളുടെ വീട്? ചെമ്പൻകുഞ്ഞിന്റെ വീട് ഈ കടപ്പുറത്ത്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. വരട്ടാ. എടി ചക്കേ, എടി മരക്കാത്തി, ഇവിടെ മരക്കകത്ത് എന്തെടുക്കണേണ്? ഇങ്ങാടിറങ്ങി വാടി മരക്കാത്തി. എടിയേ, ഇങ്ങാട് വാടി. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ല. എന്താ കാര്യം? ഇന്നൊരുത്തം പുറംകടലിൽ തിമിംഗലമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. പൊരിഞ്ഞ മൽപ്പിടുത്തം. എന്നിട്ട് തിമിംഗലം അവനെ മുണുങ്ങിയ? ആ പളോ മിഴുങ്ങാനാ. തിമിംഗലം മുട്ടയിട്ടല്ലടി, മുട്ട. തിമിംഗലം പേർത്ത് പോയില്ലേ. ഒടുവില് തിമിംഗലം സ്വല്ലും പറഞ്ഞേച്ചു പോയടി. ഓ പിന്നെ ഡാഡി നുണ പറയാണ്. കടലമ്മയാണ് സത്യം. ഞാൻ എൻ്റെ ഈ 3 കണ്ണും കൊണ്ട് കണ്ടതാണ്. ആ, നിങ്ങൾ ആരുടെ കാര്യമാ പറയണത്? പളനിയേ, പളനി ഒരു മുടുക്കൻ, മുടുമുടുക്കൻ, എന്തിനും പോന്നവൻ. അവനെ ഞാൻ ഇങ്ങാട് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കടലിൽ കാണുന്നവരെ കുണ്ണാൻ വിളിച്ചാലേ സെൻസർ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണ് കുടുംബത്തിൽ നിൽപ്പുണ്ട്. ആ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങാട് ഉണ്ണാൻ വിളിച്ചത്. അവൻ ഈ വീട്ടിലെ മരുമകനായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ കടാപ്പുറത്തെ കിങ്ങാടി. കിങ്. ഞാൻ കിങ്ങാവുമ്പോ നീ ആരാണ്ടി? ആരാ? കിങ്ങിണി. അങ്ങോട്ട്. ആ, കട്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പള. ആരാന്റെ മോളെ വരൂ. പാതിരാത്രി ആയാലും ഇയാള് മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. ഇങ്ങനെ പാടി ഇയാൾ എന്നെ കൊണ്ട് പോകത്തുള്ളെന്നാ തോന്നുന്നത്. സിഗ്നലും കിട്ടി. ഇനി പോകാതിരിക്കാൻ നിവർത്തിയില്ല. കൊച്ചി മുതലാളി. കർത്തമ്മ, നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. കൊച്ചി മുതലാളി ഇനി ഇങ്ങോട്ട് വരരുത്. തുറക്കാരി പലതും പറഞ്ഞു തുടങ്ങി. എന്നാണ് ഈ തുറയൊക്കെ ഉണ്ടായത്? ആട്ടെ,
നേരത്തെ എന്നാലും പട്ടുവര കേട്ടത്. അത് പട്ടി കരച്ചതല്ല, ഇരുട്ടത്ത് ഞാൻ നടന്നു വരുമ്പോ ഡാഡിയുടെ നെഞ്ചത്ത് കയറി ചവിട്ടിയതാ. പിന്നെ എനിക്ക് കൊച്ചി മുതലാളിയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ കാശിന്റെ കാര്യം. കറുത്തമ്മ, നീ എന്തിനാ കരയുന്നത്? നീ കരഞ്ഞാൽ എനിക്ക് കര വരും. ഞാൻ കരഞ്ഞാൽ എൻ്റെ വീട്ടുകാര് കരയും. എൻ്റെ വീട്ടുകാർ കരഞ്ഞാൽ നാട്ടുകാർ മൊത്തം കരയും. അങ്ങനെ ഇതൊരു കരയോഗമാക്കി മാറ്റരുത്. ഞാൻ കാരണമാണല്ലോ കൊച്ചു മുതലാളി ഡാഡിക്ക് കാശ് കൊടുത്തു. അതിന് കറുത്തമ്മ എന്റെ കയ്യിൽ കാശ് വാങ്ങിച്ചില്ലല്ലോ. ആ പട്ടി തെണ്ടി നിന്റെ തന്തല്ലേ വാങ്ങിച്ചത്. കൊച്ചി മുതലാളി ഇനി ഇങ്ങോട്ട് വരരുത്. ആളുകൾ അതും ഇതുമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരാം. നോ മെൻഷൻ. നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. നിനക്ക് എന്നെ ഇഷ്ടമാണോ കറുത്തമ്മ? മെരിക്കുന്നത് വരെ. എന്റെ കറുത്തമ്മ. ടച്ച് ചെയ്തുള്ള അഭ്യാസമൊന്നും വേണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഉറക്കം നിന്ന് തെങ്ങമ്മ ചാരിയത് വെറുതെ അല്ലോ. ഇവിടെ ആരുമില്ലേ എന്നാ ചോദിച്ചത്? അതെ, പളനി വന്നല്ല. പളനി മാത്രമല്ല, കൂടെ വടപളനി ഉണ്ട്. മക്കളെ ഇരിക്കി. എന്നെ ആരും ഇരുത്താൻ ശ്രമിക്കണ്ട. പളനി വന്നിട്ടുണ്ട്. വേഗം ചോറ് വിളമ്പടി. ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ ധൃതിയില്ല. എന്നാലും പെട്ടെന്നായിക്കോട്ടെ. വെളുത്തമ്മോ ആ വെളുത്ത മെനിഞ്ഞെടുത്താടി. എടി വെളുത്തമ്മോ ആ വറുത്ത മെനിഞ്ഞെടുത്താടി. കള്ള ഇന്ന ഉണങ്ങ്. ഇതെന്താണോ മീനൊരു ഉളുമ്പുയാവാ? ഇതെന്താ കഴുകിയില്ലേ? 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കണ മീനെ ആരെങ്കിലും കഴുകോടോ? പ്രാന്ത കഴുകിയ അതിന്റെ വിറ്റാമിൻ പോയില്ലേടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കാരുമില്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. അതെന്താണ്? ബന്ധുക്കൾ ഇൻജൂറിയസ് ടു ഹെൽത്ത്. കേട്ടോടി, ഹിന്ദിയാണ്ടി ഹിന്ദി. നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലേ? വിദ്യയില്ല, അഭ്യാസം മാത്രമേ ഉള്ളൂ. അത് ശരി. മകന്റെ കൂടെ ഉള്ളതാണ്. പളനിയുടെ ചേട്ടൻ കാശിയുടെ ഒരു അളിയനുണ്ട്, രാമേശ്വരൻ. ഈ രാമേശ്വരന്റെ പെങ്ങളാണല്ലോ മധുര മീനാക്ഷി. അവരുടെ ഉഗാണ്ടയിലുള്ള ഒരു ഇളയ അമ്മായി ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ഹരിദ്വാരം വഴി. ഇല്ലെങ്കിൽ നിന്റെ ഹരിദ്വാരം ഞാൻ നടക്കും. ആരുമില്ല, അനാഥന. ആ ചാറൊഴിച്ച് കുഴച്ചങ്ങാട് കഴിക്കുമോനെ. സ്ഥിരം ടാജിന്ന് ഫുഡ് അടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ച് ഇരുവില്ലെന്ന് ഇപ്പൊ മനസ്സിലായി കേട്ടാ. കറുത്തമ്മോ എടിയേ, കുറേശ്ശെ വിഴുങ്ങു മോനെ. തൊണ്ടേ കെട്ടി ചത്തുകൂടാ. കുറച്ച് വെള്ളം കൊണ്ടുവന്നാടി. അതേ ഒരുത്തൻ ചാകാൻ പോണേ. വേഗം വെള്ളം കൊണ്ടുവരുന്നത്. മോനെ പളനി, ഇതാണ് എന്റെ മകള് കറുത്തമ്മ. നിനക്ക് ഇഷ്ടപ്പെട്ട? ഇഷ്ടമാണ് 100 വട്ടം. ഇതിന്റെ വെടിക്കെട്ട് തീർന്ന്. ആരുടെ? കറുത്തമ്മ വർത്തമീന്റെ. അത് ശരി. പെണ്ണിനും ചെക്കനും ഇഷ്ടപ്പെട്ട നിലക്ക് മേടം 10 കല്യാണം. കന്നിമാസത്തിൽ നടത്തുന്നതല്ലേ കൂടുതൽ സൗകര്യം. അതെന്താണ്? കേട്ടിട്ടില്ലേ? മാസങ്ങളിൽ നല്ല കന്നിമാസം. അവനെ നീ കെട്ടണ്ട, അവൻ നിന്നെ കെട്ടിക്കോളും. കേറി പോടിയകത്ത്. പോടി. അപ്പൊ പന്നി അല്ല പളനി. അപ്പൊ പറഞ്ഞതുപോലെ അത്തം 10 പൊന്നോണം. അല്ല മേടം 10 കല്യാണം.
കർത്തമ്മ, കൊച്ചുമുതലാളി, നിങ്ങളിനി ആർക്ക് വേണ്ടിയിട്ടാ ഈ കടപ്പുറത്ത് വന്ന് വീണ്ടും ഇങ്ങനെ പണ്ടാരമടങ്ങാൻ പാട്ട് പാടുന്നത്? ആമ്പിള്ളേര് വന്നേച്ചെന്റെ കല്യാണവും വിസ്ക് ചെയ്തേച്ചും പോയില്ലേ? കർത്തമ്മ, നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കടപ്പുറത്ത് ഗാനമേള നടത്തി ഞാൻ പാടി പാടി മരിക്കും. നിങ്ങൾ പാടി പാടി മരിക്കണ എന്തിനാ? ആദ്യത്തെ പാട്ടിന് തന്നെ നിങ്ങളെ നാട്ടുകാർ തല്ലി കൊല്ലൂല്ലേ? അതല്ലടി നമുക്ക് സെന്റിമെന്റ്സാ. തൊണ്ട പൊട്ടി മരിക്കും. ആ തൊണ്ട പൊട്ടണ സൗണ്ട് ഞാൻ എന്റെ കെട്ടിയോന്റെ മടിയിൽ കിടന്നുകൊണ്ട് കേൾക്കും. അപ്പൊ ഞാൻ എന്റെ കെട്ടിയോനോട് പറയും, എന്റെ കാമുകന്റെ കൊരവള്ളി പൊട്ടണ സൗണ്ടാണ് ആ കേൾക്കണതെന്ന്. അപ്പൊ നീ ടാറ്റ പറയാൻ വന്നതാണല്ലേ? അതേക്കാ. പച്ചാപ്പാതിരാത്രി പാട്ടും പാടി നടന്നത് മെച്ചം. കാശും പോയി, മാനവും പോയി, ബാക്കിയുള്ള എന്റെ സൗണ്ടും പോയല്ല പടച്ചോനെ. ഇക്കാന്നാ പൊക്കോ. ഈ ഇക്കാക്ക് നീ ഒരു കക്കയുടെ വില പോലും കൽപ്പിച്ചില്ലല്ലോ. ഞാൻ നിന്റെ പുറകെ നടന്നിരുന്ന നടപ്പ് നേരെ നടന്നിരുന്നെങ്കിൽ ദുബായ് എത്തിനടി. ദുബായ്. കൊച്ചി മുതലാളി, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊച്ചി മുതലാളിയുടെ ഈ മനോഹര രൂപം എപ്പോഴും ഉണ്ടായിരിക്കും. രൂപം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്റെ പോയ രൂപ ആര് തരും? കൊച്ചി മുതലാളി പോ, ആരെങ്കിലും കാണും. ഇനി ആര് കണ്ടിട്ട് എന്താ കാര്യം? മുതല് പോയില്ലേ? കൊച്ചി മുതലാളി നിൽക്കൂ. കർത്തമ്മ, എന്തോ നിന്നോട് അവസാനമായി ഒന്നേ പറയാനുള്ളൂ. എന്താ കൊച്ചി മുതലാളി? അത് മേലാൽ ആണുങ്ങളെ പറ്റിക്കരുത്. അയ്യോ, വൃത്തികെട്ട മനുഷ്യൻ, തെണ്ടി. ഥു. ഇന്ന് തന്നെയല്ലേ കല്യാണം? യെസ്, ടുഡേ ഈസ് അവർ മാരേജ്. കം ഓൺ. അത് ശരി. എപ്പോഴാണ് വന്നത്? ചെമ്പകുഞ്ഞേട്ടോ, എന്താണ്? ചെക്കനും കൂട്ടരും വരുന്നുണ്ട്. ഇടി നിലവിളിക്കാനല്ല, നിലവിളക്ക് നിലവിളക്ക് കൊണ്ടുവാ. അയ്യോ എന്റെ അമ്മോ, ഇതെന്താ കുളിമുറിയാ? ഞാട് പോര്. സമയായി കെട്ടണ്ടേ? ഞാനെത്തി. ആ വാ പോകാം. എന്തുപറ്റി? എന്റെ ബെൽ ബോട്ടൺ ഉടക്കി. എന്റെ ദൈവമേ, ഒരു പോർച്ച വണ്ടാറം. മോനെ പന്നി അല്ല പളനി, ഇങ്ങോട്ട് കൊണ്ടുപോയി സ്വീകരിച്ചാട്ടെ. ആ ചെല്ലി. അല്ല പിന്നെ തേമോനെ മണ്ഡപത്തിലാട്ട് കയറി ഇരുന്നാട്ടെ. എന്നെ ആരും ഇരുത്താൻ ശ്രമിക്കണ്ട. ഞാൻ ഈ മണ്ഡപത്തിന്റെ കഴുക്കോലിൽ തൂങ്ങിക്കിടന്നോളാം. എന്നാ പിന്നെ ഒരു കയറോടെ കഴുത്തേക്ക് എടുത്ത് തൂക്കിയിട്. എന്ത്? അല്ല, താലി കെട്ടേണ്ട സമയനാന്ന് പറയായിരുന്നു. ഷെട്ടി വേണം, ഷെട്ടി വേണം. എന്ത് വേണം? കെട്ടുവേളം, കെട്ടുവേളം. സർക്കാർ എത്തിയിട്ടില്ലല്ലോ. അതെ, നാസർക്കാർക്ക് വരാൻ കാസറ്റിട്ടുണ്ട്. എന്നാ എടുത്ത് താലി കെട്ടാൻ വരട്ടെ. താലി കെട്ടുന്നതിന് മുമ്പ് ചെറുക്കൻ പെണ്ണിന് പെൺപണം കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ആചാരം നടക്കട്ടെ. പളനി, പെൺപണം കൊടുക്കടാ. എന്റെ കയ്യിൽ ചില്ലിക്കാശില്ല. പെൺപണം കൊടുക്കാൻ വെച്ചിരുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ പാന്റിന്റെ ബെൽ ബോട്ടൺ കൂട്ടി. അത് ശരി. അപ്പൊ ഇത് പാന്റായിരുന്നോ? ഞാൻ വിചാരിച്ചു പാവാടിയായിരിക്കും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പെൺപണം കൊടുത്താൽ മതിയാവൂ, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല. ഡാഡി, മമ്മിയുടെ ബോധം പോയി. എന്റെ ദൈവമേ. കുഞ്ഞാടുകളെ, നിങ്ങൾ ആരും നിയമം തെറ്റിക്കരുതോ. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പെൺപണം കൊടുത്തിട്ട് കല്യാണം കഴിക്കുക. അച്ചോ, ഇത് എവിടുത്തെ നിയമമാണ്? ഇങ്ങനെ ഒരു നിയമം ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്. അച്ഛൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറകേട്ടാ. അങ്ങനെയാണെങ്കിൽ മകനെ, നീ പറഞ്ഞത് 100% ശരിയാണ്. എല്ലാവരും പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ ആര് പറഞ്ഞ അച്ചോ തെറ്റ്? ഈ വിവരമില്ലാത്ത ചെറ്റകളോട് സംസാരിച്ച് ഞാനാണ് തെറ്റുകാരൻ. എന്റെ ഊണ് വിളമ്പിച്ചേക്കൂ, ഞാൻ കഴിച്ചിട്ട് പോയിക്കോളാം. അച്ചോ, ഞങ്ങൾ ഒരുപാട് കല്യാണം കൂടിയിട്ടുണ്ട്. ഈ ചെറുക്കന്റെ കൂടെ ഒരൊറ്റ പെണ്ണുങ്ങൾ പോലും ഇല്ലല്ലോ. ഇവരെ ആണുങ്ങൾ മാത്രം വന്നതേ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകാനോ അതോ പീഡിപ്പിക്കാനോ? കർത്താവേ, കണ്ട വരത്തൻ ചെറുക്കനുമായി കടപ്പുറത്തു കൂടി പാട്ടും പാടി നടന്ന പെണ്ണിന്റെ കെട്ടിന് മാനവ മര്യാദയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുവോ? വയലന്റ് ആകാതെ താടി കുഞ്ഞാടെ, നീ സൈലന്റ് ആകുക, നീ സൈലന്റ് ആകുക. അതെ, നിങ്ങൾ ആരും ഈ കല്യാണം മുടക്കരുത്. ഇവനെ ഞാൻ ഒപ്പിച്ചെടുത്ത് എങ്ങനെയാണെന്ന് എനിക്കും കടലമ്മയ്ക്കും മാത്രമേ അറിയാവൂ.
ഇവൻ ഈ മസല് മാത്രമേ ഉള്ളൂ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചെറുക്കനാ. ബെല്ലുണ്ട് 95. അച്ഛോ, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. പെൺപണം കൊടുക്കാൻ കാശില്ലെങ്കിൽ ഞാൻ തരാം. ഇന്നാച്ചാ കാശ്. പെൺപണം കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണം നടക്കട്ടെ. വെക്കടാ നാളെ കാസറ്റ്. അതെ, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും താമസിക്കണ്ട. ചെറുക്കനും പെണ്ണിന് ഇനി ഇറങ്ങാനില്ല. പെണ്ണിന്റെ അമ്മയ്ക്ക് ബോധമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണിനെ ഇപ്പൊ തന്നെ കൊണ്ടുപോണ. ബോധം വന്നിട്ട് കൊണ്ടുപോയാ പോരെ. ബോധമില്ലാത്തവരുടെ കൂട്ടത്തിൽ ബുദ്ധിയില്ലാത്തവർ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോകാൻ സമയമായി. ഡാഡി ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ കറുത്തമ്മേ, അമ്മടെ കിടപ്പ് കേട്ടിട്ട് നിനക്ക് എങ്ങനെ പോകാൻ തോന്നുന്നു? ഇല്ല ഡാഡി, എനിക്ക് പോണം. പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോവും. പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഡാഡി, എനിക്ക് പോണം. എന്നാ പോടി. നീ നശിച്ച് നാറാണക്കല്ല് പറിച്ചു പോട്ടാ. അയ്യോ, ഞങ്ങളെ ശഫിക്കല്ലേ പ്ലീസ്. നീ മുടിഞ്ഞ് തെണ്ടീശ്വരമൂത്ത് പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഉറുമ്പരിച്ച് കിടക്കും കേട്ടാ. ആ സമയത്ത് എന്റെ തലയെ ഇടുത്തി വെട്ടി, കാലെ പാമ്പും കടിച്ച്, അതേ കാലിൽ തന്നെ പട്ടിയും കടിച്ച്, ആ മുറിയിൽ പൂച്ചയും മാന്തി, അതേ മുറിയിൽ കോഴിയും കൊത്തി കിടക്കും. അത് ടർക്കി കോഴി. നിന്നെ പണ്ടാറായി പോട്ടെ. സ്വന്തം മകളെ ഇങ്ങനെ പ്രാകരുത്. എന്താ പറഞ്ഞതൊക്കെ തന്റെ മോക്ക് സംഭവിക്കട്ടെ. അയ്യോ ഡാഡി, പോടി. എനിക്കിങ്ങനെ ഒരു മോളില്ല. നിന്റെ പേര് ഞാൻ റേഷൻ കഴിഞ്ഞ് വെട്ടിരിക്കേണ്. സ്റ്റോപ്പ്. ഇനി അവളെ പ്രാഗിയാൽ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. വഴി പോകാം. നിലാവുള്ള രാത്രിയിൽ മസിൽമാനെ കണ്ടപ്പോൾ, നിലാവുള്ള രാത്രിയിൽ മസിൽമാനെ കണ്ടപ്പോൾ, വിസിൽ പോലുള്ള എന്നെ നീ വെറുത്തു പോയോ. കൂനിന്റെ മോളിൽ ഒരു അതുപോലെയാണ് വിധി. എടാ തോമ്പിച്ച, കറുത്തമ്മയെ കെട്ടിച്ചുവിട്ട തുറല്ല അഡ്രസ് മേടിച്ചോടാ. അതിനാപ്പാ പണ്ട് ഞാനങ്ങനെ ഒരു അഡ്രസ് മേടിച്ച വകുപ്പിലുള്ളതാണല്ലോ നീ. മാമച്ച, ഒരു പെഗ് കൂടി. ഷോട വേണ്ട. എടാ, ഒരു പെണ്ണ് നിന്നെ വഞ്ചിച്ചെന്ന് കരുതി നീ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ കഴിച്ചാ നിന്റെ കരളുവാടി പോടാവേ. അതെ അതെ അതെ, കരൾ ഉണ്ടെങ്കിലല്ലേ. അതും പറിച്ചോണ്ടല്ലേ അവള് പോയത്. എന്നാലും അവള് നിന്നെ വഞ്ചിച്ചത് മോശമായി പോയി അല്ലേ അപ്പച്ച? പിന്നെ വഞ്ചി പണിക്കുന്നാളുടെ മോളല്ലേ, വഞ്ചിക്കും. എടാ, എന്നാൽ ഇങ്ങനെ പെണ്ണുങ്ങളുണ്ടോ? ഇല്ലേ തോമ്പിച്ച? അതെ അതെ അതെ. മാമച്ച, തോമ്പിച്ച, എന്തോ ഞാനൊരു പിലോപ്പി പറയട്ടെ. ഫിലോപ്പി അല്ലടാ, ഫിലോസഫി. ആ, പെണ്ണെന്ന് പറഞ്ഞ ഫുട്ബോൾ പോലെയാണ്. നമ്മളെ കാലിന്റെ ചോട്ടിൽ നിന്ന് പോകുമല്ലോ എന്ന് കരുതി നമ്മൾ വെയിലും കൊണ്ട് അതിന്റെ പുറകെ ഓടി നടക്കും. തിരിച്ചു വരുമല്ലോ എന്ന് കരുതി നീട്ടി അടിച്ച ആമ്പിള്ളേര് കൊണ്ട് ഗോൾ അടിക്കും. പിന്നെ ആ പന്ത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാലും എത്തുമ്പോഴേക്കും കളി തീർന്നിട്ടുണ്ടാകും. പിന്നെ ആകെ ഒരു ഗുണമുള്ളത്, കരക്കാര് കൊണ്ടുപോയി പെനാൽറ്റി അടിക്കണത് ഗാലറിയുടെ പുറത്ത് നമുക്ക് കണ്ടിരിക്കുക. മതി മതി, മണി 10 നീ വെക്കണം ഉറങ്ങണാവേ. എങ്ങനെ ഇറങ്ങാനാണ്? ഇന്ന് നമുക്ക് ആദ്യ രാത്രിയല്ല, രാജസൂയവും കഴിഞ്ഞ് യജ്ഞത്തിലേക്ക് കടന്നു കാണും. എന്നോട് പറഞ്ഞത് നോക്കുമ്പോ ആ മസിലി മണ്ടനോട് അവൾ എന്തൊക്കെ പറയാനുണ്ടാവോ? അയ്യോ, അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കടലുണ്ടായത്. എന്നെ എന്തോ കടിക്കും തോന്നുന്നു. ഉറുമ്പോ മറ്റോ ആണോ?
ഓ പാമ്പായിരുന്നോ? പാവം പാമ്പ്. ഇന്നലെ കടലിൽ നിന്ന് കയറിയാൻ തോന്നുന്നു. ചേട്ടാ, എന്താ കറുത്തുമ്മ? ചേട്ടൻ എന്തെങ്കിലും പറയ്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, തമാശ കേൾക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. എങ്കിൽ ഞാൻ ഒരു ഇടിവിട്ട് തമാശ പറയാം. വേഗം പറ. ചായക്കടയിൽ ചെന്ന വൃദ്ധനോട് സപ്ലയർ, ചായ വേണോ അതോ കാപ്പി വേണോ? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, പറ, എന്ത് പറഞ്ഞെന്ന് പറ. ഞാൻ പറയാം, പക്ഷേ നീ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പരുത്. ഇല്ല ചേട്ടൻ പറഞ്ഞു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ചായയും വേണ്ട കാപ്പിയും വേണ്ട, ചാപ്പി മതി. കത്തുമ്പ, നീ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പുകയാണോ? ഇല്ല, ഞാനൊരു കല്ല് തപ്പുക. ഒടുക്കത്തെ ഒരു ഇടിവെട്ട് തമാശ. ഇനി ഇത്തരം തമാശകൾ പറഞ്ഞാലേ ഒറ്റ ചിരി വെച്ചേരും. എങ്കിൽ ഞാൻ ഒരു മുടിവെട്ട് തമാശ പറയാം. ചേട്ടൻ എന്നെ ചിരിപ്പിച്ചേ അടങ്ങും. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ഒരാൾ ഇവിടെന്തുണ്ട് കഴിക്കാൻ? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വന്നയാൾ, രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. സത്യം പറ, ഈ തമാശ നിന്നോട് ആര് പറഞ്ഞു? ഇത് ബോബന് മോളിലുള്ള തമാശയല്ലേ, എനിക്കറിയാം. ഇത് ലവൻ പറഞ്ഞ തമാശയല്ലേ? ലെവനും കുശനും ഒന്നും പറഞ്ഞൊന്നുമല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ പാത്രങ്ങളൊന്നുമില്ല. കുറച്ച് ചട്ടിയും കലവും വാങ്ങിക്കണം. സമയം കളയാതെ വിളക്ക് എടുത്ത് നമുക്ക് കിടന്ന് ഉറങ്ങാം. വിളക്ക് ഞാൻ കിടത്താം. അയ്യോ, ആ വിളക്ക് ഊതി പറപ്പിച്ചാ. അതെ, ഇനി വെട്ടത്തിന്റെ ആവശ്യമില്ല. നീ അടുത്തോട്ടിരിക്കേ. അയ്യോ, ഒച്ച വെക്കരുത് കത്തുമ്മ, അയ്യോ, എനിക്ക് ശ്വാസം. ഒച്ച വെക്കരുത്. അയ്യോ, എന്റെ ഭാര്യയല്ലോ.